ഒരു 15 ദിവസം മാത്രം ഒരു ഒരു വിരുന്ന് വീടായിരുന്നു, ഇപ്പൊ ഒരു വിലാപ വീടായി മാറിയിരിക്കുകയാണ്. അത്യന്തം ദുഃഖകരമായ സംഭവം തന്നെ. അതെ, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വളരെയധികം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രയാസം, വേദന എല്ലാവർക്കുമുണ്ട്. വിവാഹത്തിന് ശേഷമുള്ള യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലെത്ത് എത്താൻ വേണ്ടി ഇനിയും മിനിറ്റുകൾ മതിയായിരുന്നു. ചെറിയ കിലോമീറ്റർ, 5-6 കിലോമീറ്റർ യാത്ര ചെയ്താൽ വീട്ടിലെത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് 4 ആളുകളുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അടുത്ത സമയത്ത് എങ്ങും ഭൂമിയിൽ ഇത്തരത്തിൽ ഒരു വലിയ പ്രയാസത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. നാടൊന്നാകെ വലിയ ദുഃഖത്തിലാണ്. ഈ ബിജു അദ്ദേഹം അവിടുത്തെ സെക്യൂരിറ്റി ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരുടെ അതേ ആശുപത്രിയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ചേതനേറ്റ ശരീരം ചെല്ലുമ്പോൾ പക്ഷെ അതും വളരെ വേദനിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ. അതെ, അദ്ദേഹം ദീർഘകാലം സർവീസിൽ ഒക്കെ ഇരുന്നതിന് ശേഷം നാട്ടിൽ വന്ന് എക്സ് സർവീസിന്റെ ഭാഗമായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. മറ്റേയാളും ഇതേപോലെ പുറത്തായിരുന്നു. വിദേശത്തൊക്കെ ദീർഘകാലം ജോലി ചെയ്തതിന് ശേഷമാണ് നാട്ടിൽ വന്നതും സന്തോഷകരമായി ജീവിക്കുകയായിരുന്നു. നിഖില് കാനഡയിലായിരുന്നു. അതിനുശേഷം നിഖില് ഇപ്പോൾ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ച് അതിനുശേഷം കുട്ടികളെയും കൊണ്ടുപോകണം എന്നെല്ലാമുള്ള ആഗ്രഹം പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എന്തായാലും വളരെയധികം പ്രയാസമാണ്. നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദനയാണ്. അപകട കാരണം പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഉറങ്ങി പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ്. അവിടെ കൂടിയ നാട്ടുകാരും മറ്റാധിപത്യ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാവരും സൂചിപ്പിച്ചത് ഉറങ്ങിപ്പോവാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ്. മറ്റേ വാഹനം ആന്ധ്ര സ്വദേശികളുടേതായിരുന്നു. അവര് വളരെ ചെറുതായി ഓടിച്ചു വരികയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അപ്പൊ അവരുടെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞതും അവര് രാവിലെ കാപ്പി കുടിക്കുന്നതിന് വേണ്ടി കട അന്വേഷിച്ച് ചെറുതെ വരികയായിരുന്നു. അപ്പോഴാണ് നിയന്ത്രണം വെട്ടി വാഹനം വന്ന് ഇടിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു റോഡിലെ അപകട സാധ്യത ഇങ്ങനെ പല പരാതികളും വരുന്ന സാഹചര്യത്തിൽ ഒരു പരിശോധന നടത്തുമോ? നമുക്ക് ആ റോഡിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടില്ല, പണി നടന്നുകൊണ്ട്. പക്ഷെ ടാറിങ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ വാഹനങ്ങളും ഈ റോഡ് വഴിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പൊ ശബരിമല തീർത്ഥാടനം കൂടി ആയപ്പോഴത്തേക്കും വലിയ നിലയിലുള്ള വാഹനങ്ങളുടെ വരവാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ചെറുതാണെങ്കിലും അപകടങ്ങൾ ധാരാളമായി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് നല്ലൊരു പരിശോധന ആവശ്യമാണ്. സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാകുന്ന 2 പോയിന്റുകൾ ഉണ്ടായിരുന്നു. അവിടെ KSTP ആവശ്യമായ ഒരു പരിശോധന നടത്തി ഒരു ചെറിയ ക്രമീകരണങ്ങളെല്ലാം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ അപകടങ്ങളില്ല. എല്ലാം അമിത വേഗതയാണ്. ഈ റോഡിനെ മനസ്സിലാക്കാതെയുള്ള ഒരു അമിത വേഗതയാണ് ഈ അപകടങ്ങളെല്ലാം വരുത്തി വെച്ചിട്ടുള്ളത്. റോഡ് പൂർത്തിയായെങ്കിൽ മാത്രമേ, നിർമ്മാണം പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. ഈ അപകടം ഉറങ്ങിപ്പോയതാകാം എന്നല്ലേ? അതെ, അങ്ങനെയാണ് പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായ ഒരു പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും.